കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സജന നൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജനയെ പറ്റി പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. ഇപ്പോൾ സജനയും റസൂൽ പൂക്കുറ്റിയും കൂടി ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തിറങ്ങി. അതിന്റെ ഒപ്പം ഒരു ഗർഭിണി വയറ് കാണിച്ച് നിന്നിട്ട് 9 വീക്സ് എന്നും പറഞ്ഞ് അതിൽ എഴുതിയിട്ടുണ്ടായി. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പോസ്റ്റ് സൈഡിൽ പ്രദർശിപ്പിക്കാം. കൂടാതെ ഈ പോസ്റ്റിന്റെ ഇടയിൽ ഒരു കുറിപ്പും വന്നിട്ടുണ്ടായി. നമുക്ക് ആദ്യം ആ കുറിപ്പൊന്ന് വായിച്ചു നോക്കാം. ഞാൻ 3 മാസം ഗർഭിണി. റസൂൽ പൂക്കുറ്റിയുമായുള്ള ചിത്രം പങ്കുവെച്ച് അമ്പരപ്പിച്ച് സജന നൂറിന്റെ പോസ്റ്റ്. ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയും നടിയുമായ സജന നൂർ പങ്കുവച്ച പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. താൻ 9 ആഴ്ച അഥവാ ഏകദേശം 3 മാസം ഗർഭിണിയാണെന്ന വിവരം ഒരു സ്കാനിംഗ് ചിത്രത്തോടൊപ്പം പങ്കുവച്ചതോടെ ആരാധകർ ആശങ്കയുമായി രംഗത്തെത്തി. എന്നാൽ പോസ്റ്റിലെ മറ്റൊരു പ്രത്യേകതയാണ് കൂടുതൽ കൗതുകം ഉണർത്തിയത്. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുറ്റിക്കൊപ്പമുള്ള ചിത്രം സജന പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സജന നൂറും റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ല. കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സജന ഇതിനെപ്പറ്റി ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. കാരണം പലരും ഇതിനെപ്പറ്റി നടക്കുന്ന വാർത്തകളും വീഡിയോസൊക്കെ സജനയ്ക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതെന്നാണ് പുള്ളിക്കാരിയുടെ പ്രതികരണം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും ആരാണ് ഇത്തരം വൃത്തികെട്ട പോസ്റ്റ് തന്റെ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തതെന്നും അറിയാൻ പാടില്ല എന്നായിരുന്നു പുള്ളിക്കാരിയുടെ പ്രതികരണം. സജനയെ പറ്റി ഇങ്ങനെ ഒരു മോശം വാർത്ത സോഷ്യൽ മീഡിയയിൽ പരന്നതോടെ പുള്ളിക്കാരി ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവേത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലുമല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സൈബർ സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരുടെ സംശയമുണ്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ. സജനയുടെ പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സജനയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും വന്നിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ദയവ് ചെയ്ത് ആരും എൻ്റെ ജീവിതത്തെ തകർക്കരുത് എന്നാണ് പറഞ്ഞത്. കൂടാതെ എന്ത് തന്നെ ചെയ്ത് തൻ്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചാലും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുമെന്നാണ് പ്രതികരണത്തിൽ പറഞ്ഞത്. പിന്നെ അവസാനം പറഞ്ഞൊരു പോയിന്റ്, തൻ്റെ ജീവിതം ആരൊക്കെയോ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതെനിക്കറിയാം, പക്ഷെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സജനയുടെ കരിയറും ജീവിതവും തകർക്കണമെന്ന ലക്ഷ്യത്തോടെ ആരോ സജനയുടെ പുറകെ കൂടിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ സജന തന്നെ അതിനെതിരെ റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വരുമല്ലോ, അത് സ്വാഭാവികമല്ലേ. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.